എവിടെയാ തങ്കക്കൂടം? എവിടെ? സോറിയേ, നോക്കി നടക്കടാ. ഈ ഡാഗിനിയാണ് നീ പറഞ്ഞ ചരക്ക്? ഇല്ലടാ, ഇവിടെ ഉണ്ടായിരുന്നു. തങ്കക്കൂടല്ല, അസ്ഥികൂടാണ്. നമ്മുടെ റിസോർട്ട് ഫുൾ സ്വിംഗിലായ പിന്നെ ദാഗിനിയുടെ ഹോം സ്റ്റേയിൽ ഒരു ഈച്ച പോലും കയറുന്നില്ല. അതിന്റെ ഒരു കലിപ്പ് അവർക്കുണ്ട്. എന്നാ നന്നായിട്ട് പോയിട്ട് പ്രാർത്ഥിക്കട്ടെ അമ്മച്ചി. യു ആർ ടെറിബിളി മിസ്റ്റേക്കൻ. മേരി ചേച്ചിയുടെ അവിടെ ഇപ്പോഴും തിരക്ക് കൂടിയിട്ടേ ഉള്ളൂ. അവിടെ പോയി ഒരു ദിവസം താമസിച്ചാൽ പിന്നെയും വരാൻ തോന്നുന്നു. അതാണ് മേരി ചേച്ചിയുടെ കൈപ്പുണ്യം. എടാ യേശു, നമ്മൾ നമ്മുടെ മെനു ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. കസ്റ്റമേഴ്സിന് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു ഇന്ത്യൻ അമേരിക്കൻ ഫുഡ് ഫ്യൂഷൻ. അതെ, നീ ഗസ്റ്റ് മാനേജ്മെന്റ് നോക്കിയാൽ മതി. ഫുഡ് ആൻഡ് ബിവറേജ് എന്റെ ഡിപ്പാർട്ട്മെന്റാണ്. അതിൽ കയറി ഇടപെടാൻ നിൽക്കണ്ട. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? അച്ഛനോട് ചോദിച്ചിട്ട് ഉത്തരം കിട്ടില്ല. നിങ്ങൾ ഇത്തിരി പഠിപ്പും വിവരമൊക്കെ ഉള്ളവരായതുകൊണ്ട് അറിയാൻ പറ്റുമല്ല. നീ ചോദിക്കേശു, പകരുന്തോറും വളരുന്ന സാധനമാണ് ഈ നോളജ്. അതെ, സിമ്പിൾ ക്വസ്റ്റ്യനേ ഉള്ളൂ. അതായത് നിങ്ങളുടെ മിക്ക ദൈവങ്ങളും ക്ലീൻ ഷേവ് ആണല്ലോ. അന്നത്തെ കാലത്ത് അവരെങ്ങനെ ഷേവ് ചെയ്തു? അതും പോട്ടെ, ഈ ദൈവം കാലത്ത് എൻ്റെ ഷേവ് ചെയ്യണ കാര്യം ഒന്ന് സങ്കല്പിച്ചു നോക്കി. ശരിയാവുന്നു. ഈ 6 കൈയുള്ള ദേവിക്ക് ബ്ലൗസ് അടിക്കണ ആരാ? നീ ഇവിടെ വർഗീയലെല്ലാം ഉണ്ടാക്കാൻ നടക്കണോ യേശു? ഇതാ കുഴപ്പം. ഒരു സംശയം ചോദിക്കാൻ പറ്റില്ല. അപ്പൊ സമുദായം